യെശയ്യാവ് 51 അധ്യായം അതിൻ്റെ 8-9 വാക്യങ്ങൾ വായിച്ചാട്ടെ. പുഴു അവരെ വസ്ത്രത്തെ പോലെ അരിച്ചു കളയും, കൃമി അവരെ കമ്പിളി പോലെ തിന്നുകളയും. എന്നാൽ എന്റെ നീതി ശാശ്വതമായും എന്റെ രക്ഷ തലമുറ തലമുറയായും ഇരിക്കും. യഹോവയുടെ ഭുജമേ ഉണരുക, ഉണരുക, ശക്തി ധരിച്ചുകൊള്ളുക. പൂർവകാലത്തും പണ്ടത്തെ തലമുറകളിലും എന്ന പോലെ ഉണരുക. രഹബിനെ വെട്ടി മഹാസർപ്പത്തെ കുത്തിക്കളഞ്ഞത് നീ അല്ലയോ? ആമേൻ, ഹല്ലേലൂയ. നമുക്കറിയാം 51 യെശയ്യാവിന്റെ പുസ്തകം 51 അധ്യായം, 52 അധ്യായം, 53 അധ്യായം, അതുപോലെ തന്നെ സങ്കീർത്തനം 22, ഇതൊക്കെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമായിട്ട് വിവരിക്കുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ. നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് 22 സങ്കീർത്തനം എടുത്ത് വായിച്ചു നോക്കണം. അവിടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ് അതിപ്പോൾ ഇത്ര ഭയങ്കരമാണ് നമ്മുടെ ദൈവം, അല്ലേ? ഈ യെശയ്യാവിൻ്റെ പുസ്തകം ദൂത് പറയുമ്പോൾ യേശുക്രിസ്തുവിന് 750 വർഷങ്ങൾക്ക് പുറകിൽ യെശയ്യാവ് പ്രവചിക്കുകയാണ് യേശുവിൻ്റെ ക്രൂശ് മരണം. ഹല്ലേലൂയ. ഭയങ്കര പ്രവചനം. 750 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രവാചകൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം പ്രവചിക്കുകയാണ്. അത് 750 വർഷങ്ങൾക്ക് ശേഷം നടക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിൻ്റെ പവർ, നിങ്ങൾ വായിക്കുന്ന ദൈവവചനത്തിൻ്റെ ശക്തിയെ തിരിച്ചറിയണമെങ്കിൽ ഇന്ന് നിങ്ങൾ കേൾക്കുന്ന ദൂത് ഒരിക്കലും പറയുന്നവൻ മരിച്ചാലും ദൂതിന് മരണമില്ലാത്ത ഒരൊറ്റ പുസ്തകമാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്. ഇത് എടുക്കുന്നവരെ അനുഗ്രഹിക്കും. ഇത് വാർദ്ധക്യത്തിൽ, നീ യൗവനകാലത്തിൽ ഇത് കൊണ്ട് നടന്നാൽ നിന്റെ വാർദ്ധക്യ കാലമാകുമ്പോൾ ഇത് നിന്നെ ചുമക്കുന്നതായി മാറും. നീ മരിച്ചാലും നിന്റെ മേൽ വ്യാപരിക്കപ്പെട്ട കേട്ട ദൈവിക ദൂതുകൾ നിന്റെ തലമുറ തലമുറ തലമുറയായി 1000 തലമുറ വരെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന ദൂതുകൾ അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ഇത് പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടതാണ്. ഇത് ആത്മാവിനാൽ എഴുതപ്പെട്ടതാണ്. ഇത് ആത്മാവിനാൽ എഴുതപ്പെട്ടതാണ് ഇന്ന് പകൽക്കാലം. അതുകൊണ്ട് ആ പരിശുദ്ധാത്മാവ് ഈ ഉദ്യാനത്തിൽ അല്ലെങ്കിൽ ഈ തോട്ടത്തിൽ ദൈവത്തിൻ്റെ സൗരഭ്യ വാസനയായ ദൈവത്തിൻ്റെ ഹൃദയത്തിലെ സ്വപ്നമായ ദൈവസഭ, ഇത് ദൈവത്തിൻ്റെ സ്വപ്നമാണ്. ഇത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. നിങ്ങൾ ഓരോരുത്തരും ദൈവം തിരഞ്ഞെടുത്ത സുഗന്ധമാണ്. നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ മക്കളാണ്. നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ സുഗന്ധ തൈലങ്ങളാണ്, സൗരഭ്യ വാസനകളാണ്, ദൈവത്തിൻ്റെ പത്രങ്ങളാണ്. നിങ്ങളെ ദൈവം ഈ തോട്ടത്തിനകത്ത് ആക്കി വെച്ചിരിക്കുന്നത് നിങ്ങളെ സ്നേഹിക്കുന്ന കരുതുന്ന ദൈവത്തിന് നിങ്ങളെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ പ്രതിരൂപങ്ങളായി ലോകരാജ്യങ്ങളിൽ കർത്താവിന് പകരക്കാരായി നിൽക്കുവാൻ എൻ്റെ ദൈവം നിങ്ങളെ ഇന്ന് പകൽ തിരഞ്ഞെടുത്തിരിക്കുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടതാണ് ഈ ബൈബിൾ. ഹല്ലേലൂയ, സ്തോത്രം. ഉൽപ്പത്തി 3:15 വായിക്കുമ്പോൾ അവിടെ എന്താണ്? സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കുക. അന്നങ്ങ് എഴുതി വെച്ചു. എത്ര 1000 വർഷം കഴിഞ്ഞ് സംഭവം നടക്കാൻ. അപ്പോൾ ഒരു വാക്യം, ഒരു ബൈബിളിലെ ഒരു വാക്യം പോലും വൃഥാവല്ല. പ്രൈസ് ദി ലോർഡ്. അത് വിശ്വസിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കും. അത് വിശ്വസിക്കുന്നവൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കും. അത് വിശ്വസിക്കുന്നവൻ്റെ ജീവിതത്തെ അടിമുടി മാറ്റും. ഹല്ലേലൂയ. അത് അപ്സ് ആൻഡ് ഡൗൺ ചേഞ്ച് ആകും. ഹല്ലേലൂയ. കുഴിയിൽ കിടക്കുന്നവനെ എഴുന്നേൽപ്പിക്കും, പുറത്തു കൊണ്ടുവരും. ശൂന്യമായി ആർക്കും വേണ്ടാത്തവരെ, ഒരു പ്രയോജനമില്ലാത്തവരെ, തള്ളിപ്പറഞ്ഞവരെ, തള്ളിക്കളഞ്ഞവരെ, ജാതിക കോട്ടകൾക്കകത്ത് കടന്നവരെയൊക്കെ അത് ആത്മശക്തിയിൽ പുറത്തു കൊണ്ടുവരും. മരിച്ചവനെ എഴുന്നേൽപ്പിച്ച് പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. ചീഞ്ഞഴുകിയ നിന്റെ വിഷയങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നാൽ ഒരു നിമിഷം കൊണ്ട് നീ പുറത്തു വരും. പുറത്തു കൊണ്ടുവരുന്ന ദൈവം. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. വായിക്കാം 9ാമത്തെ വാക്യം ഒന്നും കൂടെ വായിച്ചാട്ടെ. അപ്പോൾ ഈ 3 പുസ്തകങ്ങളും സങ്കീർത്തനം 22 ഒക്കെ യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ച് പ്രകീർത്തിക്കുകയും അത് പറയുകയും അത് 750 വർഷങ്ങൾക്ക് ശേഷം
അതിന് വള്ളി പുള്ളി തെറ്റാതെ അതുപോലെ സംഭവിക്കപ്പെട്ടു. ഈ ലോകത്ത് ജനിക്കുന്നതിന് മുമ്പ് ഹല്ലേലൂയ ദൂതുള്ള ഒരേ ഒരാൾ, ഹല്ലേലൂയ, ജനനം ഉണ്ടാകുന്നതിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ഹല്ലേലൂയ ജനിക്കുമെന്ന് പറയപ്പെട്ട ഒരാൾ എങ്ങനെ ജനിക്കുമെന്നും എങ്ങനെ ജീവിക്കുമെന്നും എങ്ങനെ മരിക്കുമെന്നും എങ്ങനെ ഉയർത്തെഴുന്നേൽക്കുമെന്നും, അതായത് ജനിക്കുന്നതിന് മുമ്പും ജനിച്ചതിന് ശേഷവും മരിച്ചതിന് ശേഷവും മരിക്കുന്നതിന് മുമ്പ് എല്ലാം ഇനി വരാൻ പോകുന്ന കാലം വരെ എഴുതപ്പെട്ട ഒറ്റ വ്യക്തിയുള്ളൂ. അതാണ് നസറേയനായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. ലോകത്താർക്കും ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അത് മാത്രമല്ല, തന്നെക്കുറിച്ച് പറഞ്ഞത് മാത്രമല്ല, താനും പറഞ്ഞു, ഈ ഭൂമിയിൽ വന്നിട്ട് കർത്താവും പറഞ്ഞു, ഞാൻ മരിക്കും, ഞാൻ എന്നാൽ എഴുന്നേൽക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ മരിക്കുമെന്ന് ധൈര്യമായിട്ട് പറഞ്ഞിട്ട് മരണത്തെ പേടിയില്ല. പക്ഷേ ഏതെങ്കിലും മനുഷ്യരെ നോക്കാം, മനുഷ്യനെ സംബന്ധിച്ച് മരിക്കുമെന്ന് പറയുമോ? മരണം എന്ന് കേൾക്കുമ്പോഴേ മനുഷ്യൻ എന്ത് ചെയ്യും? ഭയപ്പെടും. മരണം എന്ന് പറയുമ്പോഴേ നമ്മൾ ബോധം പോകും. ഹല്ലേലൂയ. ഒരു ചെറിയൊരു മൈനർ അറ്റാക്ക് അല്ലെങ്കിൽ ചെറിയൊരു നെഞ്ചുവേദന വന്നാലേ കണ്ണിൽ നിന്ന് ഡാമിൽ നിന്ന് വെള്ളം ഒഴുകുന്ന പോലെ ഒഴുകി, അതുവരെ മീശയൊക്കെ പിരിച്ച് ഭയങ്കരതായിട്ടൊക്കെ നിൽക്കുന്നവർ ചെറിയൊരു അറ്റാക്കിൻ്റെ ലക്ഷണമാണെന്ന് ഉടനെ തന്നെ മക്കളെല്ലാം അടുത്ത് വിളിച്ച് കെട്ടിപ്പിടിച്ച് ഡാമിൽ നിന്ന് ഒഴുകുന്നത് പോലെ കണ്ണുനീരൊഴുകുന്നു. ഏത് കഠിന ഹൃദയനും ഒറ്റ സെക്കൻഡ് കൊണ്ട് മരിക്കാൻ പോകുന്നു എന്നുള്ള പേടി കാരണം അവൻ ഉരുകിപ്പോകുമ്പോൾ ഒരു വ്യക്തി മാത്രം പറയുകയാണ്, ഞാൻ മരിക്കും, എന്നാൽ മൂന്നാം നാൾ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ജീസസ്. ഹല്ലേലൂയ. മരണത്തെ ഭയമില്ലാത്ത ഒരു പിതാവിൻ്റെ മക്കളാണ് നമ്മൾ. അതാണ് പറഞ്ഞത്, യേശുവിൻ്റെ മക്കളായി മാറിക്കഴിഞ്ഞാൽ അവര് മറ്റുള്ളവരെ പോലെയല്ല, മരിക്കുമെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ അതേ സ്വഭാവം കാണിച്ചവർ പിന്നീട് ഉണ്ട് കേട്ടോ. യേശു കാണിച്ച അതേ തൻ്റെ ഇടവും ധൈര്യവും കാണിച്ചവരുണ്ട്. ആരാ? ഹല്ലേലൂയ. മരണത്തെ പേടിയുണ്ടായിരുന്ന പത്രോസ് അഭിഷേകം അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ നിങ്ങൾക്കറിയുമോ, യേശു ക്രിസ്തുവിനെ യൂദ കാണിച്ചു കൊടുക്കേണ്ട ഒരവസ്ഥ വന്നു. അതിനെന്താ കാരണം? യേശു ക്രിസ്തുവിനെ കണ്ടാൽ തിരിച്ചറിയത്തില്ല ആൾക്കാർക്ക്. കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ അന്നത്തെ ഗവൺമെന്റിന്? പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ കൂടെ നടന്നവരെല്ലാം യേശുവിനെ പോലെ അങ്ങായി. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ കൂടെ നടന്ന് അവസാനം യേശു കർത്താവിനെയും പത്രോസിനെയും അല്ലെങ്കിൽ യാക്കോബിനെയും യോഹന്നാനെയൊക്കെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലായിപ്പോയി. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൈസ വാങ്ങിച്ച് ഈ കർത്താവിനെ കാണിച്ചു കൊടുക്കേണ്ടി വന്നത്. ഹല്ലേലൂയ. ഇതാണ് കർത്താവ് വന്ന്. കാരണം ആ 3.5 വർഷം നടന്നതേ ഉള്ളൂ അവർ യേശുവിനെ പോലെ ആകാനിടയായി. ഇവിടെ 10-25 വർഷമായിട്ട് നമ്മൾ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് നമ്മൾ ആരെ പോലെയാണെന്ന് ആരുടെയും പറയേണ്ട കാര്യമില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വെറും 3.5 വർഷം കൊണ്ട് യേശുവിൻ്റെ കൂടെ നടന്നവർ യേശുവിനെ പോലെയായി. സ്തോത്രം പറഞ്ഞാട്ടെ. നമ്മൾ നടക്കുന്നത് കർത്താവിന്. അതാ ഞാൻ ആരംഭത്തിൽ ആമുഖമായി പറഞ്ഞത്, നമ്മളെക്കുറിച്ചും അങ്ങനെ ആൾക്കാർ പറയണം. കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാ. കാണുമ്പോൾ എല്ലാവരും യേശുവിനെ പോലെ ഇരിക്കുകയാണ്. ഹല്ലേലൂയ. അവൻ എന്ന് ബൈബിൾ എടുത്ത് നടക്കാൻ തുടങ്ങി അന്ന് മുതൽ ആ വ്യക്തിയെ കാണുമ്പോൾ തന്നെ തിരിച്ചറിയാൻ സാധിക്കും. ആ വ്യക്തി ഹല്ലേലൂയ സാധാരണ വ്യക്തികളെ പോലെയല്ല, അവൻ യേശുവിനെ പോലെയായി. അത് നിന്നെക്കുറിച്ച് പരിശുദ്ധാത്മാവ് പറയാൻ പോവുക. അത് നിന്നെക്കുറിച്ച് സാക്ഷ്യം പറയാൻ പോകുന്നു. നീ യേശുവിനെ പോലെ ആകാൻ പോകുന്നു. നീ യേശുവിനെ പോലെ ആകും. കരങ്ങളെ ചേർത്തടിച്ച് ശക്തിയോടെ കരങ്ങളെ ചേർത്തടിച്ച് ആത്മനിറവിൽ ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. എന്ന പകൽ നമ്മളെ ദൈവം വിളിച്ചത് യേശുവിനെ പോലെ ആകുവാൻ, യേശുവിനെ പോലെ ആകുവാൻ, യേശുവിനെ പോലെ ആകുവാൻ. ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് യേശുവിനെ പോലെ ആകുവാൻ. ഓരോ നാള് കഴിയുന്നതിനനുസരിച്ച് കർത്താവിന്റെ തലയോളം വളരുവാൻ ദൈവം. അതാണ് ആത്മീക ജീവിതം, അതാണ് സഭ, അതാണ് വചന കേൾവി എന്ന് പറയുന്നത്. നിന്റെ താൽക്കാലിക ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല, നിന്റെ വസ്തു വിൽക്കാനല്ല. ഇന്ന് നിന്റെ ജീവിതം മാറി രൂപാന്തരപ്പെട്ട് നിന്റെ സ്വഭാവവും ജീവിതവും നീ തന്നെ പരിപൂർണമായി നീ പുതിയൊരു വ്യക്തിയായി മാറാൻ, യേശുവിനെ പോലെ ആകാൻ നീ ഇവിടെ വന്നിരിക്കുന്ന അതിനാ. ഇവിടെ ഇതിനകത്ത് കയറി വന്നിരിക്കുന്ന അതിനാണ് യേശുവിനെ പോലെ ആകാൻ. അടുത്തൊരു കാര്യം പറഞ്ഞാട്ടെ,
ആരെ പോലെ ആകാനാണ് വന്നിരിക്കുന്നത്? ഹല്ലേലൂയ. നിന്റെ ഹല്ലേലൂയ ജനിപ്പിച്ച നമ്മുടെ അപ്പനെ പോലെ ആകാനല്ല, അമ്മയെ പോലെ ആകാനല്ല, നാട്ടുകാരെ പോലെ ആകാനല്ല, അടുത്തിരിക്കുന്ന വ്യക്തിയെ പോലെ ആകാനല്ല. നിന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് കെടാത്ത ബീജത്താൽ, കെട്ടുപോകാത്ത ബീജത്താൽ, ഒരിക്കലും അഴിയാത്ത ബീജത്താൽ. ഹല്ലേലൂയ. നിന്റെ അഴുകി പോകുന്ന കെട്ടുപോകുന്ന അപ്പന്റെ അമ്മയുടെ ബീജത്താൽ അല്ല. ഒരു വീണ്ടും ജനനവും ഒരു രക്ഷിക്കപ്പെടുന്ന അനുഭവം, ഒരു സ്നാനവും നീ കഴിഞ്ഞ് യേശുവിനെ ധരിച്ച് നീ പുറത്തു വന്നിരിക്കുന്നത് ലോകത്തിൽ ഉള്ളവരെ പോലെ ആകാനല്ല, പിശാചിനെ പോലെ ആകാനല്ല, ലൂസിഫറിനെ പോലെ ആകാനല്ല. അതിന് പകരം ഇന്ന് പകൽ നിന്നെ വിളിച്ചിരിക്കുന്നത് യേശുവിനെ പോലെ ആകാൻ. ഹല്ലേലൂയ. പറഞ്ഞാട്ടെ, ഞാൻ കെട്ടുപോകത്തില്ല, ഞാൻ തകർന്നു പോകത്തില്ല, ഞാൻ നശിച്ചു പോകത്തില്ല, ഞാൻ അഴുകി പോകത്തില്ല. ഹല്ലേലൂയ. ഒരു ശേഷിപ്പ് നിനക്ക് വേണ്ടി ഉണ്ട്. നോഹയുടെ പെട്ടകത്തിനകത്തുനിന്ന് നോഹയ്ക്ക് വേണ്ടി ലോകം മുഴുവനും വെള്ളത്തിനകത്തായി അഴുകി പോയപ്പോൾ ഒരു ശേഷിപ്പുണ്ടായി. അതാണ് ഒരു ഒലിവല. അതുപോലെ ലോകത്തിൽ ഏത് കൊറോണ, ഏത് പ്രശ്നം വന്നാലും അഴുകി പോകാത്ത, നശിച്ചു പോകാത്ത, ദ്രവിച്ചു പോകാത്ത ഒരു കൂട്ടമാണുള്ളത്. അതാണ് യഹൂദ ജനം, അതാ ദൈവജനം. ദൈവജനത്തിന്റെ പ്രത്യേകത അഴുകി പോകത്തില്ല, അഴുകി പോകത്തില്ല. പറഞ്ഞാട്ടെ, അഴുകി പോകത്തില്ല, അഴുകി പോകത്തില്ല. പറഞ്ഞ, ഞാൻ അഴുകി പോകത്തില്ല, ഞാൻ ദ്രവിച്ചു പോകത്തില്ല, ഞാൻ നശിച്ചു പോകത്തില്ല, എനിക്ക് മരണമില്ല, ഞാൻ പുറത്തു വരും, ഞാൻ എഴുന്നേറ്റ് വരും. അതാ ഈ കൂട്ടത്തിന് പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾ വചനം വിശ്വസിച്ച് ഏറ്റെടുത്താൽ നിങ്ങൾ അഴുകി പോകത്തില്ല, നിങ്ങൾ ദ്രവിച്ചു പോകത്തില്ല, പെട്ടെന്നുള്ള മരണം നിങ്ങൾക്കുണ്ടാകത്തില്ല. ദൈവ നിയോഗം വരെ, ദൈവഹിതം വരെ നിങ്ങൾ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ട് നിങ്ങൾ സന്തോഷത്തോടെ ദൈവരാജ്യത്തിനകത്ത് കയറും. ഒരു പിശാചിന് നിന്നെ തൊടുവാൻ സാധിക്കത്തില്ല. അഴുകാത്ത, കെടാത്ത ബീജം, കെട്ടുപോകാത്ത ബീജം, അഴുകാത്ത ബീജം, നശിച്ചു പോകാത്ത, കെട്ടുപോകാത്ത ഹല്ലേലൂയ ബീജത്താൽ രക്ഷിക്കപ്പെട്ട നിന്റെ അവയവങ്ങൾക്ക് പറഞ്ഞാട്ടെ, എൻ്റെ കിഡ്നിക്ക് സൗഖ്യമുണ്ട്, എനിക്ക് ആരോഗ്യമുണ്ട്, എൻ്റെ കിഡ്നികൾ സൗഖ്യമാകുന്നു, എൻ്റെ ലങ്സുകൾ സൗഖ്യമായിരിക്കുന്നു, എൻ്റെ ഇന്റേണൽ ഓർഗൻസുകളെല്ലാം സൗഖ്യമായിരിക്കുന്നു, എൻ്റെ കൈകാലുകൾ സൗഖ്യമാവുകയാണ്, എൻ്റെ കണ്ണുകൾക്ക് കാഴ്ചയുണ്ട്, എൻ്റെ കണ്ണുകൾക്ക് കാഴ്ചയുണ്ട്. നീ രക്ഷിക്കപ്പെട്ടവനാണോ? നീ സ്നാനപ്പെട്ടവനാണോ? നീ പുതുതായി ജനിച്ചവനാണോ? നീ കെടാത്ത ബീജത്താൽ സൃഷ്ടിക്കപ്പെട്ടവനായതുകൊണ്ട് ഇന്ന് ആത്മാവിൽ ഞാൻ ദൂത് പറയുകയാണ്, യേശു ജീവിക്കുന്നത് പോലെ നിനക്ക് ജീവനുണ്ട്, നിന്റെ ശരീരത്തിൽ ജീവനുണ്ട്, നിന്റെ ശരീരത്തിലെ അവയവങ്ങൾക്ക് ജീവനുണ്ട്. രോഗികൾ ആരെങ്കിലും ഇതിനകത്ത് വന്നിട്ടുണ്ടോ? നിങ്ങൾ പറയണം, എൻ്റെ ശരീരത്തിലെ രോഗത്തിന് ഇരിക്കാൻ അധികാരമില്ല. നീ രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലാണെങ്കിൽ, നീ സ്നാനപ്പെട്ടവനാണെങ്കിൽ പഴയത് ഉരിഞ്ഞു കളഞ്ഞിരിക്കുന്നു, പഴയത് ഉരിഞ്ഞു കളഞ്ഞിരിക്കുന്നു. ദ്രവത്വമുള്ള ശരീരം ഉരിഞ്ഞു കളഞ്ഞിട്ട് ഒരു വലിയ ദ്രവത്വമില്ലാത്ത ശരീരത്തോട് നീ പുറത്തു വന്നിരിക്കുകയാണ്. അത് നീ ഡിക്ലെയർ ചെയ്യണം. നീ വിശ്വസിക്കാൻ തയ്യാറാകുമ്പോൾ നിന്നിൽ അത് വെളിപ്പെടാൻ പോവുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ അഴുകാത്ത ഒരു ജീവിതമുള്ളവരാണ്. നശിച്ചു പോകത്തില്ല, നിന്റെ കോശങ്ങൾക്ക് നാശം സംഭവിക്കത്തില്ല. പ്രൈസ് എന്ന് പറഞ്ഞാട്ടെ, എൻ്റെ ശരീരത്തിലെ ഒരു കോശത്തിനും കേടുപാടുണ്ടാകത്തില്ല, എൻ്റെ ബ്ലഡിന് കേടുപാടുണ്ടാകത്തില്ല. ബ്ലഡ് ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. യേശുവിൻ്റെ രക്തത്താൽ എൻ്റെ ബ്ലഡ് മുഴുവനും ശുദ്ധീകരിക്കപ്പെട്ടതാണ്. എൻ്റെ കോശങ്ങൾ പൂർണ്ണമായും സൗഖ്യമാക്കപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ എല്ലാ അവയവങ്ങളും, കരളും, ഹല്ലേലൂയ, ഹാർട്ട് കംപ്ലീറ്റ് ഹീലായിരിക്കുകയാണ്. എൻ്റെ പാൻക്രിയാസ് സൗഖ്യമായിരിക്കുകയാണ്. പാൻക്രിയാസ് സൗഖ്യമായി പുതുതായി സൃഷ്ടിക്കപ്പെടുകയാണ്. കാരണം സൃഷ്ടിപ്പിൻ്റെ ശക്തി എൻ്റെ അകത്തുണ്ട്, സൃഷ്ടിപ്പിൻ്റെ ശക്തി എൻ്റെ അകത്തുണ്ട്. ഓ, ക്രിയേഷൻ പവർ എൻ്റെ അകത്തുണ്ട്. എൻ്റെ അകത്ത് ദൈവത്തിന്റെ ശക്തിയുണ്ട്, തേജസ്സുണ്ട്, ജീവനുണ്ട്. നാഡീ ഞരമ്പുകൾക്ക് ബലമുണ്ട്, എൻ്റെ കണ്ണുകൾക്ക് ജീവനുണ്ട്, എൻ്റെ അവയവങ്ങളിൽ ജീവൻ വ്യാപരിക്കുകയാണ്. എൻ്റെ ഹാർട്ടിനകത്ത് ദൈവശക്തി റിലീസ് ആവുകയാണ്. എൻ്റെ നാഡീ ഞരമ്പുകളിൽ ബലമുണ്ട്, ബുദ്ധിശക്തിക്ക് ബുദ്ധിയുണ്ട്, ശക്തിയുണ്ട്, ഗ്രാസ്പിംഗ് പവർ, മെമ്മറി പവർ എനിക്കുണ്ട്. എനിക്ക് കഴിവുകളുണ്ട്, ഞാൻ കഴിവുള്ളവരാണ്. എൻ്റെ അകത്ത് ദിവ്യ ശക്തിയുണ്ട്, ദിവ്യ സ്വഭാവമുള്ളവനാണ് ഞാൻ ദിവ്യ സ്വഭാവമുള്ളവരാണ്, ഞാൻ ജയിച്ചവനാണ്, ഞാൻ പരാജയപ്പെട്ടവനല്ല, ഞാൻ ജയാളിയാണ്. ഹല്ലേലൂയ, ഞാൻ ജയാളിയാകുന്നു. എനിക്ക് പരാജയമല്ല, ഞാൻ പുറത്തു വരിക തന്നെ ചെയ്യും. ഞാൻ അനുഗ്രഹിക്കപ്പെടും, ഞാൻ പോകുന്നിടക്ക് അനുഗ്രഹിക്കപ്പെടും, ഞാൻ അത്ഭുതങ്ങളെ കാണും, അത്ഭുതങ്ങളെ ചെയ്യും. മരിച്ചവരെ ഞാൻ എഴുന്നേൽപ്പിക്കും, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ ഞാൻ
വിളിച്ചു വരുത്തും. ഞാനും എന്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ആർക്കും എന്നെ തൊടാൻ പറ്റത്തില്ല, ആർക്കും എന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ല, ഒരു മരണത്തിൽ എന്നെ തൊടുവാൻ സാധിക്കത്തില്ല. ഓ, ജീവനും സമൃദ്ധിയായ ജീവനും സാമ്പത്തിക വഴികൾ തുറന്നു വരട്ടെ. രാജ്യങ്ങൾക്ക് ഞാൻ വായ്പ കൊടുക്കും, രാജ്യങ്ങൾക്ക് ഞാൻ വായ്പ കൊടുക്കും, രാജ്യങ്ങൾക്ക് ഞാൻ വായ്പ കൊടുക്കും. ഹല്ലേലൂയ. അതാ ദൈവവചനം, ദൈവവചനം, ജീവനുള്ള വചനം, 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 ദൈവവചനം. അത് നിന്റെ ഹൃദയത്തിനകത്ത് കത്തി നിന്റെ വായ കൊണ്ടത് വിളിച്ചു പറയുമ്പോൾ വചനം പറയുന്നു, നിന്റെ വായുടെ ഫലം നീ അനുഭവിക്കും, നിന്റെ വായുടെ ഫലം നീ അനുഭവിക്കും. ഹല്ലേലൂയ. ഓ ജീസസ്. വചനം പറയാണ്, നിന്റെ വായുടെ ഫലം നീ അനുഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ പ്രാണൻ നശിച്ചു പോകാതിരിക്കേണ്ടതിന്റെ നാവിനെ സൂക്ഷിച്ചുകൊള്ളുന്ന വചനം പറയുന്നത് പോലെ, വചനം പറയുന്നത് നിന്റെ വായുടെ ഫലം നീ അനുഭവിക്കും. അതായത് നീ വചനം വിളിച്ച് പറഞ്ഞാൽ, നിന്റെ വായ് തുറന്ന് നീ പറയേണ്ടത് ദൈവവചനം വിളിച്ച് പറയുമ്പോൾ ജീവനും മരണവും നിന്റെ നാവിലിരിക്കുന്നു. നിന്റെ നാവിൽ ജീവനും മരണവും ഇരിക്കുന്നു. ഓ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ വായിക്കകത്ത് നിന്റെ ജീവിതത്തിനെ മാറ്റിമറിക്കുന്നത് നിന്റെ സ്വന്തം ആ ഭവനം. ഇന്ന് നിങ്ങൾ പൂട്ടിയിട്ട് വന്നപ്പോൾ ഒരു ചെറിയ താക്കോലും കൊണ്ട് പൂട്ടിയിട്ട് വന്നത്, വലിയ വീട്, പക്ഷെ അതിനകത്ത് കയറുന്നത് ചെറിയ താക്കോലും ഉണ്ട്. ഹല്ലേലൂയ. അതാണ് ആ വീടിനെ മുഴുവനും ഒരു ചെറിയ താക്കോലിനകത്ത് ഒതുക്കി വെച്ചിരിക്കുന്നത് പോലെ നിന്റെ വലിയ ശരീരത്തെ മുഴുവനും പ്രകാശമാക്കുന്നതും അത് അനുഗ്രഹിക്കപ്പെട്ടതാക്കുന്നതും നിന്റെ വായ്ക്കകത്ത് കിടക്കുന്ന നാവാണ്. ആ നാവ് ജീവനും മരണവും കൊണ്ടുവരും. നിന്റെ വായുടെ ഫലത്താൽ നീ ജീവിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് നെഗറ്റീവ് പറയരുത്, മരണത്തെക്കുറിച്ച് പറയരുത്. അതുകൊണ്ട് നീ പറയുന്ന നിന്റെ ജീവിതത്തിൽ സംഭവിക്കപ്പെടും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പോൾ ഇവിടെ വചനം പറയുകയാണ്, 9-ാമത്തെ വാക്യം ഒന്ന് വായിക്കുക. യഹോവയുടെ ഭുജമേ ഉണരുക. യഹോവയുടെ ഭുജം. അതാരാണ്? യഹോവയുടെ ഭുജം. ഹല്ലേലൂയ. യഹോവയുടെ ഭുജമേ ഉണരുക. പ്രൈസ് ദി ലോർഡ്. കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതാണ്. കർത്താവിനെ കുറിച്ച് പറയാണ്, നീ ഉണരണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. വായിച്ചോ. ഉണരുക, ഉണരുക, ശക്തി ധരിച്ചുകൊള്ളുക, ശക്തി ധരിച്ചുകൊള്ളുക. പൂർവകാലത്തും പണ്ടത്തെ തലമുറകളിലും എന്ന പോലെ ഉണരുക. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിനോട് ഒരു പ്രാർത്ഥനകളാണ്, അതെല്ലാം ഒരു പ്രയറാണ്. യെശയ്യാവിന്റെ പുസ്തകത്തിൽ 2 പ്രയറുണ്ട്. അത് രണ്ടും വ്യത്യസ്തമായ പ്രാർത്ഥനകളാണ്. അതിനകത്തുള്ളൊരു പ്രാർത്ഥനയാണ് യഹോവയുടെ ഭുജമേ ഉണരുക, ശക്തി പ്രാപിക്കുക, ശക്തീകരിക്കപ്പെടുക. പ്രൈസ് ദി ലോർഡ്. അത് എങ്ങനെയായിരിക്കണം? പണ്ടത്തെ തലമുറകളിലും പുരാതന കാലഘട്ടങ്ങളിൽ ഭക്തന്മാരുടെ ലൈഫിൽ, ജീവിതത്തിൽ അങ്ങ് ചെയ്ത അത്ഭുതങ്ങളെ പോലെ ഒരു അത്ഭുതം ഞങ്ങൾക്ക് കാണണം. ഹല്ലേലൂയ. പ്രൈസ്. ചെങ്കടൽ വിഭാഗിച്ചതുപോലെ, യോർദാൻ വിഭാഗിച്ചതുപോലെ, ഹല്ലേലൂയ, മന്ന കൊടുത്തതുപോലെ, ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നതുപോലെ, മരിച്ചവരെ എഴുന്നേൽപ്പിച്ചതുപോലെ, ഇല്ലാത്തതിന്റെ നടുവിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തതുപോലെ, യഹോവയായ ദൈവമേ, പുത്രനായ യേശുവേ, അങ്ങ് ഒന്നുമില്ലാത്ത ഈ പ്രപഞ്ചത്തിനകത്ത് ഒന്നുമില്ലായ്മയിൽ നിന്നും വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായതുപോലെ, ഹല്ലേലൂയ, ഇരുട്ടുണ്ടാകട്ടെ എന്ന് പറഞ്ഞ ഉണ്ടായതുപോലെ, മനുഷ്യരെ സൃഷ്ടിച്ചതുപോലെ, മരങ്ങളെ സൃഷ്ടിച്ചതുപോലെ, വെള്ളങ്ങളെ സൃഷ്ടിച്ചതുപോലെ, ആകാശത്തെ സൃഷ്ടിച്ചതുപോലെ, ഇല്ലാത്തതിൽ നിന്ന് ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ അതേ വീര്യ പ്രവർത്തിക്കായി ഞാനും നിങ്ങളും കാത്തിരിക്കുന്നു. പുരാതന കാലഘട്ടങ്ങളിൽ ദൈവമേ, അങ്ങ് ദൈവജനത്തിന്റെ ഇടയിൽ ചെയ്ത അതേ അത്ഭുതം തിരിച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ ഞങ്ങളുടെ സഭയിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ചെയ്യണമേ. ഹല്ലേലൂയ. അതാണ് പ്രാർത്ഥന. ഹല്ലേലൂയ. എന്നിട്ട് വായിച്ചോ. പണ്ടത്തെ തലമുറകളിൽ എന്ന പോലെ ഉണരുക, രഹബിനെ വെട്ടി. പ്രൈസ് ദി ലോർഡ്. അവിടെ ഉണരുക എന്ന് മാത്രമല്ല,
ആ പൂർവ്വകാലങ്ങളിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ പനിയെങ്കിലും ദൈവം മാറ്റിയിട്ടുള്ളവരാരെങ്കിലും ഇതിനകത്ത് ഇരിപ്പുണ്ടോ? നിന്റെ പ്രാർത്ഥന കൊണ്ട് നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും അത്ഭുതങ്ങൾ നടന്നിട്ടുള്ളവരാർത്തും കരങ്ങൾ ഉയർത്തിയാട്ടെ. അത് ഇന്ന് പകൽക്കാലം നീ അത് വിളിച്ചു പറയണം. അത് മറന്നു പോയത് കൊണ്ടാണ് പലപ്പോഴും നിന്റെ ലൈഫിൽ ആ ആത്മീയത തിളച്ചു മറിയാത്തത്, നീ തണുത്തു പോകുന്നത്. എന്തെന്നറിയാമോ? നീ പലപ്പോഴും ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്ത ചെറുതും വലുതുമായ അത്ഭുതങ്ങളെ മുഴുവൻ നീ മറന്നിരിക്കുകയാണ്. ഇന്ന് പകൽ ആത്മാവ് നിന്നോട് ദൂത് പറയുകയാണ്, നിന്റെ വ്യക്തിപരമായ ജീവിതം നന്ദിയുള്ളവരായി നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ചെറുതും വലുതുമായ അത്ഭുതങ്ങളുടെ ഘോഷയാത്രകൾ, അത്ഭുതങ്ങൾ, അത് ഒന്നായിരിക്കാം, രണ്ടായിരിക്കാം, അത് 1000 ആയിരിക്കാം. ഇന്ന് പകലത് ഓർക്കാൻ നീ ഒന്ന് ഓർത്തു നോക്ക്. ദൈവം എത്ര വലിയവൻ, എത്ര അത്ഭുതം ദൈവം ചെയ്തു. ഹല്ലേലൂയ. കൂട്ടമായ അത്ഭുതങ്ങൾ ദൈവം ചെയ്തു. അതിനെ നമ്മളൊന്ന് ഓർക്കണമെന്ന വചനം പറയുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഓരോ നാളും ആത്മീയതയിൽ നിലനിൽക്കേണ്ടതിന് അതിരാവിലെ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വന്ന് പ്രാർത്ഥനയ്ക്കായി മുട്ടുമടക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഒരു മിനിഷി, ഒരു ശുശ്രൂഷ ആരംഭിക്കുന്നത്. ഒരു ആത്മീക ജീവിതം, ഒരു ദിവസം ഒരു ദൈവത്തിൻ്റെ ഭക്തന്റെ ജീവിതം ആരംഭിക്കുന്നത് നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ. അത് നീ പറയുമ്പോൾ തന്നെ അടുത്ത അത്ഭുതം നടക്കും. നീ നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ വർണ്ണിക്കുമ്പോൾ അത് മറന്നു ജീവിക്കുന്നത് കൊണ്ടാ പലപ്പോഴും ആത്മീക ജീവിതം മരവിച്ചു പോകുന്നത്. നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങള് ഓർമ്മയുള്ള എത്ര പേരുണ്ട് ഇതിനകത്ത്? ഒരു ചെറുതെങ്കിലും ചെറുതാണെങ്കിലോ നോ പ്രോബ്ലം. ഒരു തലവേദന മാറിയതായിരിക്കാം, ഒരു പെൻസിൽ കളഞ്ഞു കിട്ടിയതായിരിക്കാം, നീ ആഗ്രഹിച്ചപ്പോൾ 1 രൂപ കിട്ടിയതായിരിക്കാം. പക്ഷേ അതൊരു അത്ഭുതമാണ്, അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ഇന്ന് നീ ജീവനോടുകൂടി ഭൂമിയിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ അത്ഭുതമാണ്. ഹല്ലേലൂയ. അത് നന്ദിയോടെ സ്മരിക്കുമ്പോൾ അങ്ങനെയുള്ളവന്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം അത്ഭുതങ്ങളുടെ ഒരു ഘോഷയാത്ര. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതാ ദൈവത്തിൻ്റെ പ്രവൃത്തി. ദൈവമക്കളായ നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, എങ്ങനെയാണ് ജനങ്ങൾ സമാഗമന കൂടാരത്തിൽ പണ്ട് ആൾക്കാർ, ഇസ്രായേൽ ജനം വരുന്നത് എങ്ങനെയാണ്? തുള്ളിച്ചാടിയ ഒരു ആട്ടിൻകുട്ടിയെ പോലെ, ഒരു പശുക്കിടാവിനെ പോലെ അവർ വരുന്നത്. എന്തെന്നറിയാം? ദൈവസന്നിധിയിൽ വരുന്നത് തുള്ളിച്ചാടി. ഹല്ലേലൂയ. നന്ദി പറഞ്ഞുകൊണ്ട്, നന്ദി, താങ്ക്സ് ഗിവിംഗ് കൊടുത്തുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞു. കർത്താവേ, എത്ര വലിയവൻ അങ്ങ്, എത്ര കരുണയുള്ളവൻ അങ്ങ്, എത്ര വലിയവൻ അങ്ങ്. ദൈവത്തെ സ്തുതിച്ച് സ്തോത്രം ചെയ്ത്. അതാണ് ദൈവഭക്തി, അതാണ് ഭക്തന്മാരുടെ ലൈഫിന്റെ പ്രത്യേകത. ഹല്ലേലൂയ. എന്റെ സമ്പത്തെന്ന് ചൊല്ലുവാൻ അങ്ങല്ലാതെ വേറെ ആരും ഇല്ലെന്ന് സാധു കൊച്ചുകുഞ്ഞു ഉപദേശി പാടിയത് പോലെ ഓരോ പാട്ടുകൾ, ഭക്തന്മാരുടെ പാട്ടുകൾ ദൈവത്തിന് നന്ദി കൊടുത്തുകൊണ്ട്. ഹല്ലേലൂയ, ജീസസ്. അതാണ് ജീവിതം, അതാണ് ക്രിസ്തീയ ജീവിതം, അതാണ് ഭക്തിയുടെ ജീവിതം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ഭക്തിയുടെ ജീവിതമാണ്, അത് അത്ഭുതങ്ങളുടെ ജീവിതമാണ്, അത് വീര്യങ്ങളുടെ ജീവിതമാണ്. അത് നമ്മുടെ ഹൃദയത്തിൽ നന്ദി ഇല്ലാത്ത ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ അവിടെ പരാജയം ആരംഭിക്കപ്പെടുകയാണ്. അവിടെ കയ്യടിയില്ല, ആരാധനയല്ല, തണുത്ത് മരവിച്ച് അത് ഹൃദയം കഠിനമായി നമ്മൾ പതുക്കെ വീണ് അവസാനം അത്ഭുതങ്ങൾക്ക് വേണ്ടി വർഷത്തിലൊരിക്കൽ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. പക്ഷെ നന്ദിയുള്ള ഹൃദയം ഉണ്ടെങ്കിലേ ഡെയിലി അത്ഭുതം. ഓരോ ചോട് വയ്ക്കുമ്പോഴും ദൈവം എന്നെ നടത്തുന്നത്, ദൈവമാണ് ഇത് ചെയ്തത്, ദൈവമാണ് എനിക്ക് ആഹാരം തന്നത്, ദൈവം തന്ന ഷട്ട, ദൈവം തന്ന പാൻറ്റ, ദൈവം തന്ന ഭക്ഷണമാ, ദൈവം തന്ന വാഹനമാ, ദൈവം നടത്തുന്നതാ. എന്നെ ദൈവമാണ് നടത്തുന്നത്, എന്റെ ദൈവമാണ് എന്നെ നടത്തുന്നത്, എന്റെ കർത്താവാ എന്നെ നടത്തുന്നത് എന്ന് നീ ഒന്ന് പറഞ്ഞു നോക്ക്. അതൊന്ന് ചിന്തിച്ച് നോക്ക്, അത് മെഡിറ്റേറ്റ് ചെയ്ത് നോക്കട്ടെ, ധ്യാനിച്ചു നോക്ക്. എന്റെ യഹോവയായ ദൈവം എന്റെ ഇടയനാകുന്നു, അവൻ എന്നെ നടത്തുന്നത് കൊണ്ട് ഞാൻ നടക്കുന്നു. എന്റെ ബുദ്ധി കൊണ്ടല്ല, ശക്തി കൊണ്ടല്ല, ഞാൻ നിൽക്കുന്നത് എന്റെ ദൈവത്തിന്റെ കൃപയാൽ. ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാവിലെ ഒരാളിനോട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വൈഫ് എത്രയോ PhD എത്രയൊക്കെ എനിക്കറിയത്തില്ല, അദ്ദേഹം പറഞ്ഞ ഡിഗ്രികളൊന്നും നമുക്കറിയത്തില്ല. അതുപോലെ ഡിഗ്രി എടുത്ത് പ്രാഗൽഭ്യമുള്ള
ഒരു സ്ത്രീ ഒരു ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ട് അവർ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തു. പക്ഷേ അവർക്ക് ജോലി കിട്ടിയില്ല. അതുകൊണ്ട് ഭർത്താവ് വിളിച്ച് ദൈവത്തെ ചീത്ത പറയുക. ഹല്ലേലൂയ. ഭയങ്കര ചീത്ത വിളി ഫോണിൽ കൂടെ. ഞാൻ കുറേ നാൾ കൊണ്ട് പ്രാർത്ഥിക്കുന്ന ആൾ. അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ വേദന കൊണ്ട് എല്ലാം ഞാൻ കേട്ടുകൊണ്ടിരുന്നു. കാരണം അത്രയും മെൻ്റലി തകർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞു 50% ദൈവം 50% ദൈവം പിന്നെ നമ്മളെന്നല്ലേ പറയുന്നത്. ഹല്ലേലൂയ. എൻ്റെ വൈഫ് നല്ലതായിട്ട് അത് പെർഫോമൻസ് ചെയ്തു, പക്ഷേ ആ ജോലി അവർ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കർത്താവിനെ ചെയ്ത് വിളിക്കുന്നു. ഞാൻ എല്ലാം കേട്ടുകൊണ്ടിരുന്ന അവസാനം പറഞ്ഞു, ഈ 50% മനുഷ്യനും 50% ദൈവം എന്ന് പറയുന്ന പരിപാടി ബൈബിളിലില്ല. ഹല്ലേലൂയ. അത് ഈ ഇതാണ് തായ്ക്കൊണ്ട പഠിക്കുമ്പോഴും പിന്നെ കിക്ക് ബോക്സിങ്ങിനൊക്കെ പോകുമ്പോൾ അവർ പറയും 50% നമ്മുടെ പവറും 50% ട്രിക്കും. ഹല്ലേലൂയ. സ്വതന്ത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വഴി കിടന്ന് അടിയുള്ളവരൊക്കെ. പവർ പോകുമ്പം മണ്ഡപം കയറി ഇരുന്ന് ഇടിക്കും. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് വേറെ ലെവലായത്. ഹല്ലേലൂയ. നീ അന്തം വിട്ട് വാ തുറന്ന് നിൽക്കുമ്പോൾ അവിടെയാണ് അത്ഭുതം ദൈവം ചെയ്യുന്നത്. നിന്റെ 50% ഉണ്ടെങ്കിൽ ദൈവത്തിന് ആവശ്യമില്ലല്ലോ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് സാധ്യതകളില്ലാതാകുമ്പോഴാണ്. ഒരു ഡിഗ്രിയും കയ്യിലില്ലാത്ത 10ാം ക്ലാസ്സിൽ 4 പ്രാവശ്യം തോറ്റവനെ നോക്കി ഞാൻ ദൂത് പറഞ്ഞിട്ടുണ്ട്, എഞ്ചിനീയർ ആവും. അവൻ ഇന്ന് വരെ 10ാം ക്ലാസ് ജയിച്ചിട്ടില്ല, പക്ഷെ അവൻ എഞ്ചിനീയറിംഗ് പോസ്റ്റിൽ ഇരുന്നു. അതെങ്ങനെ സംഭവിക്കും? അതാണ് ദൈവം. 10ാം ക്ലാസ്സിൽ 4 പ്രാവശ്യം തോറ്റവരെ ഞാനൊരു ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എറണാകുളത്ത് ഞാനൊരു മീറ്റിംഗ് നടന്നുകൊണ്ടിരുന്നപ്പോൾ ഹാളിനകത്ത് പിന്നെ ഒരു 6 അടി പൊക്കമുള്ള സുന്ദര കുട്ടപ്പൻ കയറി വന്നു. അദ്ദേഹത്തിനെ കണ്ടപ്പോൾ ആരാണെങ്കിലും ഒന്ന് നോക്കി, അതുപോലെ ഒരു ഫിലിം സ്റ്റാറിനെ പോലെ ഇരിക്കുന്നു. ഹല്ലേലൂയ. പുള്ളിയുടെ ആ 6 അടി പൊക്കമുണ്ട്, നല്ല പേഴ്സണാലിറ്റി ഉള്ള ഒരാൾ. അദ്ദേഹം വന്നിരിക്കുകയാണ്. ഞാൻ ശുശ്രൂഷിച്ചുകൊണ്ട് പെട്ടെന്ന് കർത്താവിനോട് പറഞ്ഞു, ആ വ്യക്തിയോട് ദൂത് പറ, എഞ്ചിനീയറിംഗ് പോസ്റ്റിൽ നിന്നെ ദൈവം ഇരുത്താൻ പോകും. അപ്പം പൊട്ടന്മാരാണല്ലോ പ്രവാചകന്മാർ. നമ്മളെന്ത് ചെയ്തു? നമ്മൾ ചെന്ന് പറഞ്ഞു. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ 10ാം ക്ലാസ്സിൽ 4 പ്രാവശ്യം തോറ്റ ആളാണ്. പക്ഷെ ഞാൻ പറഞ്ഞു, കണ്ടു കഴിഞ്ഞാൽ PhD എടുത്ത ആളിനെ പോലെയാണല്ലോ നടപ്പ്. പറയിച്ചല്ലോ. അവൻ പറഞ്ഞു, ഞാൻ അത് നേരത്തെ അങ്ങനെയാണ്, ഇങ്ങനെ ഇതാണ് എൻ്റെ ഉപജീവന മാർഗം, ഇങ്ങനെ നടന്ന ആൾക്കാർ. വേറൊരാളുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് എറണാകുളത്ത്. അദ്ദേഹം വേറെ ആരെങ്കിലും ഓടി കാറ് ബെൻസ് കാറൊക്കെ വാങ്ങിച്ച് നേരെ അതിലങ്ങ് സഞ്ചരിക്കും. അപ്പോൾ ഇദ്ദേഹം നടക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ഓടിയിലും ബെൻസിനാണെന്ന് വിചാരിച്ച് ആൾക്കാർ ഈ ഓടിയിലും ബെൻസിനും ചെന്നിട്ട് 1 ലക്ഷം രൂപ എന്ന് പറയും. അപ്പോൾ ബെൻസിലല്ലി വരുന്ന 1 ലക്ഷം അപ്പം തന്നെ എടുത്ത് കൊടുക്കും. അടുത്ത ജംഗ്ഷനിൽ ചെല്ലുമ്പോൾ മറ്റോ ഒറിജിനൽ ഡ്രൈവർ മറ്റേ കാറിൻ്റെ ഓണർ കാത്തിരിക്കും, അവന് ബെൻസ് കൊടുത്തിട്ട് പുള്ളി 1 ലക്ഷം കൊണ്ട് 1 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഓടി എടുത്ത് വേറൊരാളുടെ ചെന്ന് 2 ലക്ഷം ചോദിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഈ ലോകത്ത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ മനുഷ്യനോട് പറഞ്ഞതാ, നിങ്ങളുടെ വിദ്യാഭ്യാസം എനിക്ക്, പക്ഷെ ദൈവാത്മാവ് പറഞ്ഞു നിങ്ങൾ എഞ്ചിനീയർ പോസ്റ്റിൽ ഇരുത്തും. ദുബായിൽ അദ്ദേഹം പോയി. അവിടെ ചെന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യം, സംസാരം, ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് അറിയുന്ന അദ്ദേഹത്തിൻ്റെ കഴിവ് കണ്ട് അദ്ദേഹത്തിന് അവിടെ കൊടുത്ത പോസ്റ്റ് എഞ്ചിനീയറിംഗ് പോസ്റ്റ്. കൺസ്ട്രക്ഷൻ ഫീൽഡിലകത്ത് ദൈവം അദ്ദേഹത്തെ ആ പൊസിഷനിൽ ഇരുത്തി. അദ്ദേഹത്തിന് അതിൻ്റെ ശമ്പളം കിട്ടും. അപ്പോൾ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. നിന്റെ PhD കൊണ്ടല്ല, നിന്റെ ബുദ്ധി കൊണ്ടല്ല, നിന്റെ ശക്തി കൊണ്ടല്ല, നിന്റെ കഴിവിലല്ല, നിന്റെ വിദ്യാഭ്യാസ യോഗ്യതകളിലല്ല. അതിനുപരിയായി ഇന്ന് പകൽ ആത്മനിറവിൽ ഞാനൊരു ദൂത് പറയാം. ഹല്ലേലൂയ. ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവജനമേ, നിന്റെ ലൈഫിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും കഴിഞ്ഞ നാൾ ഇന്ന് വരെ ദൈവം നടത്തുന്ന വിധങ്ങളെ ഓർത്ത് നന്ദിയോടെ ഇരുന്നാൽ കർത്താവിനോട് പറയുകയാണ്, അങ്ങനെ നന്ദിയുള്ള ഹൃദയമുള്ളവരാണ് നീയെങ്കിൽ അതിരാവിലെ ദൈവസന്നിധിയിൽ ആവേശത്തോടെ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കാൻ വന്നിരിക്കുന്നവരാണ് നീയെങ്കിൽ, നീ 50% നീയും 50% നിന്റെ കഴിവല്ല, ദൈവമല്ല. 100% നിന്റെ ലൈഫിൽ ദൈവം ഇറങ്ങി വന്ന്, ദൈവ മഹത്വം ഇറങ്ങി വന്ന്, ദൈവ തേജസ് ഇറങ്ങി വന്ന്, ദൈവം നിന്നെ അത്ഭുതങ്ങളിലൂടെ നടത്താൻ പോയാ. ഹല്ലേലൂയ. 400 സംവത്സരം ഇസ്രായേൽ ജനം അവൻ്റെ കഴിവിലും ബുദ്ധിയിലും ശക്തിയിലും അവർക്ക് ഉള്ളി, ചുറ്റുള്ളി, പിന്നെ കുറച്ച് മീനും ഒക്കെ കൊടുത്ത് ഇസ്രായേൽ ജനത്തിനെ ഫറവോന് ദയ തോന്നി. കടലിനകത്തിരുന്ന മത്സ്യമൊക്കെ ഫറവോൻ്റെ കൺട്രോളിലായിരുന്നുകൊണ്ട് പുള്ളി കുറച്ച് മീനും കൊടുത്തു, കുറേ ഉള്ളിയും കൊടുത്തു. ആർക്ക്? 400 സംവത്സരം ഇസ്രായേൽ ജനത്തിൻ്റെ ഫുഡ്.
ഉള്ളി, ചുറ്റുള്ളി, വെളുത്തുള്ളി, കുറേ ഉള്ളികൾ, പിന്നെ കുറച്ച് മീനും, പിന്നെ 400 സംവത്സരം രാവും പകലും ഇല്ലാതെ കഠിനമായി അധ്വാനിച്ച് ഇഷ്ടിക ചുമപ്പ്, ഇഷ്ടിക കൊടുക്കത്തില്ല, വയ്ക്കോല് കൊടുക്കത്തില്ല, അടിച്ച് ഉരുട്ടി അവിടെ കഠിനമായ അധ്വാനം. പക്ഷേ ദൈവത്തിൻ്റെ സീസൺ വന്നപ്പോൾ ദൈവം ഇറങ്ങി വന്നു. 40 വർഷം പിന്നീട് അവർക്ക് ഒരു ജോലിയില്ല. ഹല്ലേലൂയ. പിന്നെ അവരെങ്ങനെയാണ് ജീവിച്ചത്? അവർക്ക് എവിടുന്നാ ഫുഡ്? ഉള്ളിയും ചുറ്റുള്ളിയും പിന്നെ മീനും കഴിച്ചുകൊണ്ടിരിക്കുന്ന നടന്നവര് പിന്നെ 40 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ജീവിച്ചതും കഴിച്ചതും കുടിച്ചതും എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലാ. അതാണ് ഗ്ലോറി റിലം എന്ന് പറയുന്നത്. അതാണ് തേജസ്, അതാണ് മഹത്വം. ദൈവം നടത്തുന്ന മക്കൾ അന്നും ഇന്നും അങ്ങനെയുള്ളവരുണ്ട്. അന്നും ഇന്നും അങ്ങനെയുള്ളവരുണ്ട്. ദൈവം നടത്തുന്നവരുണ്ട്, ദൈവത്താൽ നടക്കപ്പെടുന്നവരുണ്ട്. നിന്റെ വർക്ക് നിന്റെ അധ്വാനം അവസാനിക്കുന്നിടത്ത്, നിന്റെ വിദ്യാഭ്യാസ യോഗ്യതകൾ പരാജയപ്പെടുന്നിടത്ത്, നിന്റെ പ്രാഗൽഭ്യങ്ങൾ അവസാനിക്കുന്നിടത്ത്, നിന്റെ ലൈഫിലെ എല്ലാ കഠിനാധ്വാനങ്ങളും അവസാനിക്കുന്നിടത്ത് സൂപ്പർ നാച്ചുറൽ ദൈവ മഹത്വമിറങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതാ ദൈവത്തിൻ്റെ പ്രവൃത്തി, മഹത്വം, ഗ്ലോറി. ഗ്ലോറി റിലോ എന്ന് പറഞ്ഞാൽ അതാണ് ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ. നമുക്ക് വർക്കില്ല, സകല വർക്കും ദൈവം ഏറ്റെടുക്കും. നമ്മൾ വെറുതെ നിന്ന് കൊടുത്താൽ മതി, വെറുതെ നടന്നാൽ മതി, ദൈവത്തിൻ്റെ കൂടെ നടന്നാൽ മതി. ഹല്ലേലൂയ. ദൈവത്തെ ഫോളോ ചെയ്യുന്ന ഒരു കൂട്ടം ജനം ദൈവത്തെ അങ്ങോട്ട് ഫോളോ ചെയ്യും. നന്മയും കരുണയും ആയുഷ്കാലം നിന്നെ ഫോളോ ചെയ്യും. നന്മയും കരുണയും ആയുഷ്കാലം നിന്നെ ഫോളോ ചെയ്യും. നന്മയും കരുണയും ആയുഷ്കാലം നിന്നെ ഫോളോ ചെയ്യും. ഓ ഗ്ലോറി. ഇന്ന് പകല് ആത്മനിറവിൽ ചിലര് ഹല്ലേലൂയ ഗ്ലോറിക്കകത്ത് കയറാൻ തയ്യാറുള്ളവർ ആരെങ്കിലും ഇതിനകത്തുണ്ടോ? നന്മയും കരുണയും ആയുഷ്കാലം നിന്നെ ഫോളോ ചെയ്യണമെങ്കിൽ നീ എന്ത് ചെയ്യണമെന്നറിയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാണ് അനുഗ്രഹിക്കപ്പെട്ടവര്? പ്രൈസ്. 1 കൊരിന്ത്യർ 16:22 വായിക്ക. പ്രൈസ് ദി ലോർഡ്. 1 കൊരിന്ത്യർ 16. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. നമ്മുടെ കർത്താവ് വരുന്നു. പ്രൈസ്. മതി. ആരാണ് അനുഗ്രഹിക്കപ്പെട്ടവൻ? ആരാണ് ശപിക്കപ്പെട്ടവൻ? ദൈവത്തെ, കർത്താവിനെ സ്നേഹിക്കാത്തവനൊക്കെ ആരാണ്? ശപിക്കപ്പെട്ടവൻ. അപ്പോൾ ആരാണ് അനുഗ്രഹിക്കപ്പെട്ടവൻ? ഹല്ലേലൂയ. അടുത്തൊരു കാര്യം കൊടുത്ത് പറഞ്ഞാട്ടെ, ദൈവത്തെ ഒന്ന് സ്നേഹിച്ചാൽ മതി. ഈ ലോകം വേറെ ഒരു പ്രവൃത്തിയില്ല. പുതിയ നിയമത്തിനകത്ത് ഒരു പരിപാടിയില്ല, പ്രവൃത്തികളൊന്നുമില്ല അവിടെ. പഴയ നിയമ വിശ്വാസികളെ പോലെയല്ല, അതൊക്കെ ന്യായപ്രമാണത്തിനകത്ത്, ആവർത്തന പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുകയാണ്. പൂർണ്ണ ഹൃദയത്തോടെ ഹല്ലേലൂയ നിങ്ങൾ യഹോവയെ എന്ത് ചെയ്യണം? അനുസരിക്കണം, സ്നേഹിക്കണം. ആർക്കെങ്കിലും പറ്റുമോ? പറ്റുമോ? ഈ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതിരുന്നാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. നീ അകത്ത് വരുമ്പോൾ അനുഗ്രഹിക്കും, പുറത്ത് പോകുമ്പോൾ അനുഗ്രഹിക്കും. നീ തൊടുന്നതൊക്കെ അനുഗ്രഹിക്കപ്പെടും. ആകാശത്തിൽ കിളിവാതിൽ തുറന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ മൃഗസമ്പത്ത് അനുഗ്രഹിക്കപ്പെടും. നിന്റെ പശുകിടാങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിന്റെ മാവ് കുഴിക്കുന്ന തൊട്ടി അനുഗ്രഹം. ഏറ്റവും അവസാനം 14-ാമത്തെ വാക്യം വീണ്ടും പറയുന്നു, ഈ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറിയാൽ നിനക്ക് പൈൽസ് വരുമെന്ന്. ഹല്ലേലൂയ. അങ്ങോട്ടും ഇങ്ങോട്ടും ശാപമാണ്. രോഗത്തിൻ്റെ ക്ഷയം, പൈൽസ്, സകല രോഗത്തിൻ്റെ ഒരു വലിയ ലിസ്റ്റ്. അത് വലിയ ലിസ്റ്റാണ്. അനുഗ്രഹം കുറച്ചേ ഉള്ളൂ, ബാക്കിയെല്ലാം പിശാച് രോഗങ്ങളാണ്, പൈശാചിക രോഗങ്ങൾ, ശാപം. ഹല്ലേലൂയ. ആ ജനം മുഴുവൻ, പഴയ നിയമത്തിലുള്ള സകല ജനവും ശാപം പിടിച്ച്, രോഗം പിടിച്ച്, ക്ഷയവും പിടിച്ച് കിടന്നു. കാരണം ഇവരെ കൊണ്ടൊന്നും പറ്റത്തില്ല. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിച്ച് വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതിരിക്കാൻ കഴിവുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഞാനില്ല. ഹല്ലേലൂയ. നമുക്ക് കഴിയാത്തത് കൊണ്ടാണ്. അങ്ങനെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കുകയും പൂർണ്ണ ഹൃദയത്തോടെ ദൈവവചനം കൽപ്പന പ്രമാണിക്കുന്നവനാണെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണം. പെട്ടെന്ന് ഇന്ന് തന്നെ നിങ്ങളുടെ സ്ഥലവും വീടും എല്ലാം എഴുതി ദൈവരാജ്യത്തിന് തന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഹല്ലേലൂയ. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കുന്നവൻ ആയിരുന്നു പൗലോസ്. പൗലോസിന് 9.5 കോടി രൂപയുടെ സ്ഥലവും വീടും എല്ലാം ഉണ്ടായിരുന്നു. പൗലോസിന് അവസാനം ഉണ്ടായിരുന്ന ഒരു പുതപ്പ മരിക്കാൻ നേരത്ത് എല്ലാം എന്ത് ചെയ്തു? ചപ്പും ചവറന്ന് വേണ്ടി.
എങ്ങനെ സാധിച്ചത്? പൂർണ്ണ ഹൃദയത്തോടെ അല്ല, അല്പമെങ്കിലും ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കണമെങ്കിൽ സാധിക്കത്തില്ല ആർക്കും. ഇതൊന്നും നടക്കുന്ന കാര്യമില്ല. അതാണ് ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് പൗലോസ് പറഞ്ഞത്, നിന്നെയൊക്കെ ആരാ ക്ഷുദ്രം ചെയ്ത് മയക്കിയത്? ഹല്ലേലൂയ. നിങ്ങളിതാ പ്രമാണങ്ങളും വചനങ്ങളും കൽപ്പനകളും 10 കൽപ്പനകളും ഒക്കെ കൊണ്ട് നടക്കുക. നിങ്ങളെ ആരാ ക്ഷുദ്രം ചെയ്ത് മയക്കിയത്? ഇത് വല്ലതും നടക്കുന്ന കാര്യങ്ങളോ? ഒന്നും നടക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്താൽ അല്ലാതെ ആർക്കും നീതീകരിക്കപ്പെടാൻ പറ്റത്തില്ല. വിശ്വാസത്തോടെ മാത്രം. വിശ്വാസം ഉണ്ടാകണമെങ്കിൽ അത് ദൈവം നമ്മുടെ അകത്ത് ദൈവം ഇടണം. നമ്മളെ കൊണ്ട് നടക്കത്തില്ല, ഒന്നും നടക്കത്തില്ല. പൂർണ്ണ ഹൃദയത്തോടെ നടക്കാനും പറ്റത്തില്ല. ഇടത്തോട്ട് നമുക്ക് ഇടത്തോട്ടേ മാറലെന്ന് പറഞ്ഞാൽ പിന്നെ അതേ പോവുള്ളൂ. അപ്പോൾ അതാണ് മനുഷ്യൻ. തുറന്ന് നോക്കരുതെന്ന് പറഞ്ഞാൽ അവൻ ജീവിതത്തിൽ പിന്നെ അത് തുറന്ന് നോക്കിയിരിക്കും. തുടരുതെന്ന് പറഞ്ഞാൽ ആരും കാണാതെ തൊട്ടിരിക്കും. രുചിക്കരുതെന്ന് പറഞ്ഞാൽ ആരും അറിയാതെ രുചിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഒന്നും നടക്കുന്ന കാര്യമല്ല. അപ്പോഴാണ് പിതാവായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനായ യേശുവിനെ അയച്ചത്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ആ പുത്രനായ യേശു ക്രിസ്തു തൻ്റെ മഹത്വം തേജസ്സും തൽക്കാലം മാറ്റി വെച്ചിട്ട് ഭൂമിയിൽ സാധാ മനുഷ്യനായി വന്നു. എന്നിട്ട് യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ, എന്നെ അയച്ചവനായ പിതാവായ ദൈവത്തിൽ വിശ്വസിക്കുന്നവനും എന്നേക്കും ജീവിച്ചിരിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്നെ സ്നേഹിച്ചാൽ മതി. എങ്ങനെ സ്നേഹിക്കാൻ പറ്റും? അതുകൊണ്ടാണ് കർത്താവായ യേശു പറഞ്ഞത്, നിങ്ങളെ കൊണ്ടൊന്നും നടക്കത്തില്ല. പത്രോസിനോട് നിന്നെ കൊണ്ട് നടക്കത്തില്ല. വല്ലതും നടക്കണമെന്നുണ്ടെങ്കിൽ ഇരിക്കണം. ഇരുന്നിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ഈ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിന്റെ അകത്ത് വരുമ്പോൾ നിന്നെ കൊണ്ട് ഒരിക്കലും നടക്കാത്ത കാര്യം ആ പരിശുദ്ധാത്മാവ് നിന്റെ അകത്ത് വരുമ്പോൾ ഒരു കാലത്തും നിന്നെ കൊണ്ട് നടക്കാത്ത കാര്യം നടക്കും. യേശുവിനെ അറിയാതെ സ്നേഹിക്കും, അറിയാതെ ആരാധിക്കും, അറിയാതെ ജീവിക്കും, ഒട്ടിപ്പിടിക്കും. ഒരു പശ ഒട്ടിപ്പിടിക്കുന്നത് പോലെ യേശുവിന്റെ കൂടെ നമ്മൾ ഒട്ടിപ്പിടിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആരാ? നമ്മളാണോ യേശുവിനെ സ്നേഹിച്ചത്? യേശുവാണോ നമ്മളെ സ്നേഹിച്ചത്? വായിച്ചോ 1 യോഹന്നാൻ അതിൻ്റെ 4:19 വായിച്ച്. ആരാ നമ്മളെ സ്നേഹിച്ചത്? നമ്മളാണോ? നമ്മളങ്ങ് സ്നേഹിച്ചു, നമ്മളങ്ങ് ജോലി വിട്ടു, നമ്മളങ്ങ് കുടുംബം വിട്ടു, നമ്മൾ അത് ചെയ്തു, നമ്മൾ ഇത് ചെയ്തു, ഞാൻ അത് ചെയ്തു, ഞാൻ അത് വിട്ടു. ഒന്നും വിട്ടില്ല. എല്ലാം നമ്മുടെ ഹൃദയത്തിൽ തന്നെ ഉണ്ട്. ഹല്ലേലൂയ. എവിടെ വിട്ടു? അങ്ങനെയുള്ള തൻ്റെ ഇടമുള്ള ആരെങ്കിലും ഉണ്ടോ? ഞാൻ കാണിച്ചു തരാം നിങ്ങളുടെ ജീവിതത്തിൽ ഹൃദയത്തിൽ എന്തൊക്കെ കിടക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. വായിക്കേ. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു. അതുകൊണ്ടാ. ആരാ നമ്മളെ സ്നേഹിച്ചത്? ഞാൻ ഐ ലവ് യു. എവിടെ? ആരെ സ്നേഹിച്ചു? നമ്മളെയാണ് സ്നേഹിക്കുന്നത്. വേറെ ഒരു മനുഷ്യരെ ആരും സ്നേഹിക്കത്തില്ല. ഈ ലോകത്തിൽ സകല മനുഷ്യനും ആദ്യം സ്നേഹിക്കുന്ന തന്നെത്താനാ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നിന്നെ അല്ലാതെ ലോകത്ത് ആരെ സ്നേഹിക്കുന്നില്ല, ഒരു മനുഷ്യനും. മറ്റതൊക്കെ വ്യാജമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതിൻ്റെ ഉദാഹരണം എന്താ? ഒരു മനുഷ്യൻ നമ്മളെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ. നമ്മളെ മാത്രമേ നമ്മൾ സ്നേഹിക്കുന്നുള്ളൂ. എപ്പോഴാണ് നമ്മൾ യേശുവിനെ പോലെ ആകുന്നത്, അപ്പോൾ മാത്രമേ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. അതാണ് ത്യാഗം. അതിനൊന്നും ഈ ലോകത്ത് ഒരു മനുഷ്യന് സാധിക്കത്തില്ല. സാധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവകത്ത് വരണം. പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാം യേശുവിനെ സ്നേഹിക്കാൻ തുടങ്ങിയത് യേശു നമ്മളെ സ്നേഹിക്കുന്നു എന്ന് നമ്മുടെ ലൈഫിലെ ചില കഷ്ടങ്ങൾ, വേദനകൾ, തകർച്ച വന്നപ്പോൾ, ലോകം മുഴുവനും നമ്മളെ തള്ളിക്കളഞ്ഞപ്പോൾ, ആരുമില്ലാത്ത സമയത്ത് ഒരുവൻ ഇറങ്ങി വന്ന് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. അവൻ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ തിരിച്ച് സ്നേഹിക്കാൻ തുടങ്ങി. അവനിൽ നിന്ന് നന്മകളൊക്കെ കിട്ടാൻ തുടങ്ങിയപ്പോഴല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. ഒരു നന്മയില്ലെങ്കിൽ നമ്മൾ ഇവിടെ വന്നിരിക്കുമോ? ഞാൻ ഇരിക്കത്തില്ല. ഞാൻ ഈ മൈക്ക് കൊടുത്തുകൊണ്ട് ഞാൻ നിൽക്കുമോ? 33 കോടി ദൈവങ്ങളെ വിശ്വസിച്ച ഞങ്ങൾക്ക് അവരാരും ഒരു നന്മയും ചെയ്തില്ല. അവരാരും സ്നേഹിക്കാതായപ്പോൾ കർത്താവ് ഇറങ്ങി വന്ന് സ്നേഹിച്ച് കരുതി നടത്താൻ തുടങ്ങിയപ്പോൾ എനിക്ക് യേശുവിനോട് അങ്ങോട്ടും ഒരു സ്നേഹം തോന്നി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ യേശുവാ നമ്മളെ സ്നേഹിച്ചത്. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. സദൃശവാക്യം 8-ാം അധ്യായം അതിൻ്റെ 18 മുതൽ വായിക്കാം. അപ്പൊ സ്നേഹിക്കുന്നവർക്ക് എന്തൊക്കെ കിട്ടും? 18 മുതൽ വായിക്കാം. എന്റെ പക്കൽ ധനവും മാനവും പുരാതന സമ്പത്തും നീതിയുമുണ്ട്. എന്റെ പക്കൽ എന്തുണ്ട്?
ധനമുണ്ട്, മാനമുണ്ട്, പുരാതന സമ്പത്തുണ്ട്, നീതിയുണ്ട്. എന്റെ ഫലം പൊന്നിലും തങ്കത്തിലും എന്റെ ആദായം മേത്തരമായ വെള്ളിയിലും നല്ലത്. എന്നെ സ്നേഹിക്കുന്നവർക്ക്. പക്ഷെ എന്ത് ചെയ്യണം? ഇതെല്ലാം എൻ്റെ കയ്യിലുണ്ട്. എന്തുകൊണ്ടാ പലർക്കും കൈ കിട്ടാത്തത്? അപ്പൊ എല്ലാം ഉണ്ട്, എൻ്റെ കയ്യിലാണ് ഇതെല്ലാം ഇരിക്കുന്നത്. പക്ഷെ കിട്ടാത്തതിന് കാരണം വേറൊന്നും അല്ല. എന്താണ്? സ്നേഹിക്കാതെ. അടുത്തിരി പറഞ്ഞിട്ട്, സ്നേഹിച്ച എല്ലാം കിട്ടും, സ്നേഹിച്ച എല്ലാം കിട്ടും, സ്നേഹിച്ച എല്ലാം കിട്ടും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ യേശു കർത്താവായ യേശു തൻ്റെ ഏകജാതനായ പുത്രനായ യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം നമുക്ക് തന്നിട്ട് ആ സ്നേഹം എന്തെന്ന് നമുക്ക് കാണിച്ചു തന്നു. എന്നിട്ട് ദൈവത്തിൻ്റെ വചനം 1 യോഹന്നാൻ്റെ 4-ാം അധ്യായം 1 മുതൽ വായിക്കുക, പെട്ടെന്നൊന്ന് വായിക്കുക. 1 മുതൽ അതിനകത്ത് എഴുതിയിട്ടുണ്ട് സ്നേഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. 1 വരുന്ന 13-ാം അധ്യായത്തിനകത്തും സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ റൂട്ട് മാറി പോവുകയാണ്. ഹല്ലേലൂയ. പറഞ്ഞു, പെട്ടെന്ന് വായിച്ചോ. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾ. 4-ന്റെ 1 മുതലാണോ? പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കാൻ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ. ഒരുപാട് ആത്മാവ് ഉണ്ടെന്ന് ഈ ലോകത്ത്. 1500 ദുരുപദേശങ്ങളുള്ളതാണ് ക്രിസ്ത്യൻ ജീവിതം കേട്ടോ. എത്രയുണ്ട്? ക്രിസ്ത്യാനികൾക്കകത്ത് തന്നെ 1500ഓളം ദുരുപദേശങ്ങളുണ്ട്. തിരിച്ചറിയണം അത്. യഹോവ സാക്ഷികൾ, സെവന്തടേക്കാര് തുടങ്ങി നിങ്ങളുടെ വീട്ടിനകത്ത് നുഴഞ്ഞ് കയറി പിതാവില്ല, പുത്രനില്ല, യേശു മതി, യേശു നാമക്കാരുണ്ട്, അങ്ങനെ ഒരുപാട് നാമക്കാരുണ്ട്. വായിച്ചോ. ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന്. ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് നിങ്ങൾ എങ്ങനെ അറിയാം? അതാണ് പറയുന്നത്. എന്ന് ശോധന ചെയ്യുവിൻ. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്നതാണ് യഥാർത്ഥ ആത്മാവ്. വായിച്ചോ. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. അല്ല, അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ്. എതിർ ക്രിസ്തു. യേശു ക്രിസ്തു ജഡത്തിൽ വന്നിട്ടില്ലെന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവാണ്. വായിച്ചോ. അത് വരും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അതിപ്പോൾ തന്നെ ലോകത്തിലുണ്ട്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാളും വലിയവനാണ്. അവർ ലൗകികന്മാർ ആകയാൽ ലൗകികമായത് സംസാരിക്കുന്നു. ലൗകികമായി ജഡത്തിൽ ലോകപ്രകാരം സംസാരിക്കുന്നവരാരും യേശുവിന്റെ ആത്മാവുള്ളവരല്ല. ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. ലോകം അവരുടെ വാക്ക് ലൗകികമായി സംസാരിക്കും, ജഡികമായി സംസാരിക്കുന്ന വാക്ക് കേൾക്കുന്നവൻ ജഡത്തിലുള്ളവരാണ്. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. ദൈവത്തെ അറിയുന്നവരൊക്കെ ദൈവത്തിന്റെ ആത്മാവുള്ളവന്റെ വാക്ക് കേൾക്കും. ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. ദൈവത്തിൽ നിന്നല്ലാത്തവൻ ആരും നമ്മൾ സുവിശേഷം പറഞ്ഞാൽ കേൾക്കത്തില്ല. സത്യത്തിന്റെ ആത്മാവ് ഏത് എന്നും വഞ്ചനയുടെ ആത്മാവ് ഏത് എന്നും നമുക്ക് ഇതിനാൽ അറിയാം. പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കാം. നമ്മൾ അന്യോന്യം ഈ വഞ്ചനയുടെയും പിന്നെ എന്താണ് സത്യത്തിന്റെ അല്ലേ? എന്താണ് അതിന് മുമ്പ് ഇപ്പൊ വായിച്ചതിന് മുമ്പ് സത്യത്തിന്റെ ആത്മാവ് ഏതെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതെന്നും നമുക്കിതിനാൽ അറിയാം. ഏതിനാൽ? വായിച്ചോ. പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കാം. അന്യോന്യം സ്നേഹിക്കണം. സ്നേഹമുള്ളിടത്ത് ക്രിസ്തുവിന്റെ ആത്മാവുണ്ട്. വായിച്ചോ. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. ദൈവത്തിൽ നിന്നാണ് സ്നേഹം വരുന്നത്. പിശാചിൽ നിന്ന് എന്ത് വരുന്നു? സ്നേഹത്തിന്റെ മറുപ്രകൃതി എന്താണ്? വെറുപ്പ്. എന്താണ് സ്നേഹം എന്ന് പറയുന്ന ഒരു സംഭവം? ദൈവത്തിൽ നിന്നുള്ളത്. ദൈവത്തിനെ മാത്രമേ സ്നേഹിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് നമ്മളെല്ലാം ഇവിടെ ഇരിക്കുന്നത്. ഏതൊക്കെ കുലത്തിൽ, ഏതൊക്കെ മതത്തിൽ, ജാതിയിൽ ജനിച്ചു വളർത്തപ്പെട്ട നമ്മൾ എല്ലാവരും ഒരുമിച്ചിരിക്കുന്നത് ദൈവ സ്നേഹത്തിന്റെ പ്രദർശനമാണ്. ഹല്ലേലൂയ. വായിച്ചോ. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ജനനം. നമ്മൾ യേശുവിനെ രക്ഷിതായി സ്വീകരിച്ചു, സ്നാനപ്പെട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ജനനത്തിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ് ജനനമുണ്ട്. ഹല്ലേലൂയ. സ്വതന്ത്രം. ഒറിജിനൽ ജനനം എന്ന് പറഞ്ഞാൽ എങ്ങനെ തിരിച്ചറിയാം? സ്നേഹമുണ്ടെങ്കിൽ അറിയാം. വായിച്ചോ. ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. സ്നേഹിക്കാത്തവൻ ആരെ അറിഞ്ഞിട്ടില്ല? ദൈവത്തെ അറിഞ്ഞിട്ടില്ല. അടുത്തൊരു പറഞ്ഞു, ദൈവത്തെ അറിഞ്ഞിട്ടുണ്ടോ? അല്പമെങ്കിലും സ്നേഹമുണ്ടോ? ഇള്ളൂളോ എങ്കിലും സ്നേഹമുണ്ടോ? അങ്ങോട്ട് കൈ കൊടുത്ത് സഹോദരി കേട്ട് സഹോദരി ബോധമില്ലാതിരിക്കുകയാണ്. ഹല്ലേലൂയ. വായിച്ചോ. ദൈവം സ്നേഹം തന്നെ. ദൈവം എന്താണ്? സ്നേഹം തന്നെ. ദൈവ സ്നേഹമാണ്.
ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചു എങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. നാം അന്യോന്യം സ്നേഹിക്കുന്നു എങ്കിൽ നമ്മൾ ആരെങ്കിലും ഇവിടെ യേശുവിനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? പക്ഷെ എങ്ങനെ അറിയാം യേശു നമ്മളിലുണ്ടെന്ന്? നമ്മളിൽ എങ്ങനെ അറിയാം? പണ്ട് നമുക്ക് സ്നേഹമില്ല, എല്ലാവരോടും വെറുപ്പായിരുന്നു. നമ്മൾ എല്ലാവരെയും നമ്മൾ അടുപ്പിക്കത്തില്ല, അല്ലേ? എല്ലാവരുമായിട്ട് നമ്മൾ കൂട്ടുകൂടത്തില്ല, എല്ലാവരുമായിട്ട് നമ്മൾ ബന്ധപ്പെടില്ല, എല്ലാവരുടെ വീട്ടിൽ നമ്മൾ പോകാറില്ല, എല്ലാവരെയും വീട്ടിനകത്ത് കയറ്റാറുമില്ല, എല്ലാവരുമായിട്ട് നമ്മൾ കൈ കൊടുക്കാറില്ല. നമുക്ക് പണ്ട് പല മേഖലകളിൽ അതിർവരമ്പുകളുണ്ടായിരുന്നു. നമ്മളെ ജനിപ്പിച്ച വീട്ടിൽ നിന്നും അപ്പനും അമ്മയൊക്കെ പറഞ്ഞു തന്ന് പഠിപ്പിച്ച സമൂഹത്തിൽ നിന്നൊക്കെ നമ്മൾ കുറേ റെസ്ട്രിക്ഷനുകൾ ഉണ്ടായിരുന്നു, അല്ലേ? വീണാ സൃഷ്ടി ഇവിടെ വന്നിരിക്കുമായിരുന്നോ? വീണാ സൃഷ്ടി ഇവിടെ വന്നിരിക്കാൻ കാരണം എന്താണ്? യേശുവിൻ്റെ സ്നേഹമാണ്. അല്ലെങ്കിൽ ഇവിടെ ഇതുപോലെ വന്നിരിക്കുമോ? പെന്തക്കോസ്ത്, ക്രിസ്ത്യാനി, ചർച്ച